നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Flexi Electronics and Home Appliances. Flexi. Life easy. പശ്ചിമ ബംഗാളിൽ കോൺഗ്രസുമായി സഖ്യസാധ്യത തുറന്നിട്ട് CPIM. സഖ്യകാര്യത്തിൽ കോൺഗ്രസുമായി ചർച്ചയാകാമെന്ന് ബിമൻ ബോസ്. ചർച്ചയ്ക്ക് കോൺഗ്രസ് മുൻകൈയെടുക്കണം. അന്തിമ തീരുമാനം കൈക്കൊള്ളുക കേന്ദ്ര കമ്മിറ്റി. കതിരൂർ മനോജ് വധക്കേസിൽ P. ജയരാജന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. കേസിൽ ജയരാജന്റെ പങ്ക് കേസ് ഡയറിയിൽ നിന്ന് ബോധ്യപ്പെട്ടുവെന്ന് ഹൈക്കോടതി. ജയരാജനെതിരെ UAPA നിലനിൽക്കും. പിന്നിൽ മോഹൻ ഭാഗവതിന്റെ ഗൂഢാലോചനയെന്ന് കോടിയേരി. സംസ്ഥാന ബജറ്റ് നാളെ. വളർച്ചാ നിരക്ക് കൂടിയെന്ന് സാമ്പത്തിക അവലോകന റിപ്പോർട്ട്. പൊതുകടം കൂടി. കാർഷിക മേഖലയിൽ നെഗറ്റീവ് വളർച്ച. റബ്ബർ വിലയിടിവ് ബാധിച്ചു. പൊതുമേഖലയിൽ തളർച്ച. നിർമ്മാണ മേഖലയിൽ പ്രതീക്ഷിച്ച കുതിപ്പില്ല. സിയാച്ചിൻ ദുരന്തത്തെ അത്ഭുതകരമായി അതിജീവിച്ച ഹനുമന്തപ്പ മരണത്തിന് കീഴടങ്ങി. അന്ത്യം ഉച്ചയോടെ ദില്ലി സൈനിക ആശുപത്രിയിൽ. പ്രണമിച്ച രാഷ്ട്രം. ഹനുമന്തപ്പ അനശ്വരനെന്ന് പ്രധാനമന്ത്രി. വ്യാജ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ഇസ്രത് ജഹാന് ലഷ്കർ ബന്ധമുണ്ടെന്ന് ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ മൊഴി. ഓപ്ഷൻ നൽകിയെടുത്ത മൊഴി നിലനിൽക്കില്ലെന്ന് ഇസ്രത്തിന്റെ കുടുംബം. മൊഴിക്ക് പിന്നിൽ ഗൂഢാലോചനയെന്ന് പ്രണേഷ് കുമാറിന്റെ പിതാവ്. മൊഴിയിൽ കൊമ്പുകോർത്ത് BJPയും കോൺഗ്രസും. പശ്ചിമ ബംഗാളിൽ കോൺഗ്രസുമായി സഖ്യ ചർച്ച നടത്തുന്നതിന് ഇടതുമുന്നണിയുടെ അനുമതി. കോൺഗ്രസ് മുൻകൈയെടുത്താൽ ചർച്ചയ്ക്ക് തയ്യാറെന്നും ജനാധിപത്യം പുനഃസ്ഥാപിക്കുകയാണ് ലക്ഷ്യമെന്നും ഇടതുമുന്നണി അധ്യക്ഷൻ ബിമൻ ബോസ് പറഞ്ഞു. കോൺഗ്രസ് സഖ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ CPMന്റെ സംസ്ഥാന സമിതി യോഗം നാളെ കൊൽക്കത്തയിൽ ആരംഭിക്കും. പശ്ചിമ ബംഗാൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ഇടതു പാർട്ടികളും കൈകോർക്കാനുള്ള സാധ്യത വർദ്ധിപ്പിച്ചുകൊണ്ടാണ് സഖ്യ ചർച്ചകൾക്ക് ഇടതുമുന്നണി പച്ചക്കൊടി കാട്ടിയത്. തൃണമൂലുമായി സഖ്യത്തിലായിരുന്ന കോൺഗ്രസുമായി ചേരുന്നത് തിരിച്ചടിയാകുമോ എന്ന ആശങ്കകൾ ചില പാർട്ടികൾ മുന്നോട്ട് വച്ചതല്ലാതെ ചർച്ചകളെ മുന്നണിയിലെ 11 പാർട്ടികളും എതിർത്തില്ല. കോൺഗ്രസ് സന്നദ്ധത അറിയിച്ചാൽ ചർച്ച തുടങ്ങുമെന്ന് ഇടതുമുന്നണി അധ്യക്ഷനും CPIM PB അംഗവുമായ ബിമൻ ബോസ് അറിയിച്ചു. കോൺഗ്രസ് മുൻകൈയെടുത്തില്ലെങ്കിൽ അങ്ങോട്ട് സമീപിക്കുമോ എന്ന ചോദ്യത്തിന് ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നവരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നായിരുന്നു ബിമൻ ബോസിന്റെ മറുപടി. സഖ്യരൂപീകരണത്തിന് ഹൈക്കമാൻഡിന്റെ അനുമതി കാത്തിരിക്കുന്ന സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ ഏറെ പ്രതീക്ഷയോടെയാണ് തീരുമാനത്തെ നോക്കുന്നത്. വെള്ളി ശനി ദിവസങ്ങളിൽ നടക്കുന്ന CPIM സംസ്ഥാന സമിതി യോഗത്തിൽ കോൺഗ്രസുമായി കൂട്ടുചേരുന്നതിന് സംസ്ഥാന ഘടകം അംഗീകാരം നൽകിയേക്കും. സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ഭൂരിഭാഗം അംഗങ്ങളും സഖ്യത്തിന് അനുകൂലമാണ്. കോൺഗ്രസുമായി കൂട്ടുചേരുന്നതിനെ ചൊല്ലി CPIM കേന്ദ്ര നേതാക്കൾക്കിടയിൽ ശക്തമായ ഭിന്നത നിലനിൽക്കുന്നതിൻ്റെയാണ് സമ്മർദ്ദം ശക്തമാക്കിക്കൊണ്ടുള്ള സംസ്ഥാന ഘടകത്തിന്റെ നീക്കങ്ങൾ. കോൺഗ്രസുമായി ധാരണയുണ്ടാക്കുന്നത് പാർട്ടി കോൺഗ്രസ് തീരുമാനത്തിന് വിരുദ്ധമാണെന്ന് കാട്ടി 17-18 തീയതികളിൽ ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ കോൺഗ്രസുമായി കൂട്ടുചേരുന്നതിനെ പ്രകാശ് കാരാട്ടിനൊപ്പമുള്ള നേതാക്കൾ എതിർക്കുമെന്നുറപ്പാണ്. റിപ്പോർട്ടർ, ദില്ലി. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ, രാഷ്ട്രീയ നിരീക്ഷകൻ സണ്ണിക്കുട്ടി എബ്രഹാം, PS ശ്രീധരൻപിള്ള, G ദേവരാജൻ, P ഗോപി, ഒപ്പം തന്നെ P കരുണാകരൻ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം എന്നിവരാണ് വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലുള്ളത്. ആദ്യം കൊൽക്കത്തയിൽ നിന്നും ഗോപി, ദേശാഭിമാനി ലേഖകൻ. ഗോപി, ബിമൻ ബോസ് കോൺഗ്രസ് മുന്നോട്ട് വന്നാൽ അവരുമായി ചർച്ചയാകാം എന്ന് പറഞ്ഞ സാഹചര്യം എന്താണ്? ഇന്ന് ബംഗാളിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനം മമതാ ബാനർജി ഏറ്റവും വലിയൊരു അപകടകരമായ നിലയിലേക്കാണ് പ്രവർത്തിക്കുന്നത്. കാരണം ജനാധിപത്യപരമായിട്ടും ഏകാധിപത്യമായും കോൺഗ്രസിന്റെ ഭരണത്തെക്കാളിലൊക്കെ ഏറ്റവും മോശമായിട്ട്, ഏറ്റവും അക്രമമായിട്ട് ഭരണമാണ് നടക്കുന്നത്. ഇന്ന് പൊതുവെ ബംഗാളിലൊരു ഫീലിംഗ് എങ്ങനെയായാലും ഒരു കാലത്ത് 2011 ഇടതുമുന്നണി ഇറക്കാൻ ആളുകൾ കൈകോർത്ത് അതേ അതിനെക്കാട്ടി ഒരു പടി കൂടെ മുന്നിൽ ഇന്ന് മമത ഏത് രീതിയിലും ഭരണത്തിൽ നിന്ന് ഒഴിവാക്കണം ഒരു ഫീലിംഗ് ഇന്ന് ബംഗാളിലൊട്ടാകെ ഉണ്ടായിരിക്കുന്നത്. അന്ന് മമതയെ പിന്തുണച്ച കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇടയിൽ ആ ഒരു ചിന്താഗതി ഇന്ന് വളരെ വ്യാപകമായി വന്നിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തില് കോൺഗ്രസ് തന്നെ മുൻകൈ എടുത്തുകൊണ്ടുള്ള ഒരു നീക്കമാണ് നടത്തിയിരിക്കുന്നത്. അപ്പൊ ഇന്ന് ബിമൻ ബോസ് പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് മമതയുമായിട്ടുള്ള നിലപാട് വളരെ വ്യക്തമാക്കി കഴിഞ്ഞാൽ ഇടതുമുന്നണി അതിനെക്കുറിച്ചിട്ട് ആലോചിക്കുന്നുള്ളതാണ്. പക്ഷെ അതിനകത്ത് കോൺഗ്രസ് ആണ് നിലപാട് വ്യക്തമാക്കേണ്ടത്. കോൺഗ്രസ് കൂടെ ഇടയ്ക്കിടയ്ക്ക് മാറി മമതയെ പിന്തുണച്ചിരുന്ന ഒരു പാർട്ടിയാണ്. മമത മന്ത്രിസഭയിൽ തന്നെ പങ്കാളികളായിരുന്ന പാർട്ടിയാണ്. ആ നിലയിൽ കോൺഗ്രസ് രാജ്മോഹൻ ഉണ്ണിത്താൻ, ഈ കാര്യം രഹസ്യമല്ല. ബംഗാൾ ഇടതുമുന്നണി കൺവീനറായ ബിമൻ ബോസ്, പൊളിറ്റ് ബ്യൂറോ അംഗമായ ബിമൻ ബോസ് ഇന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിരിക്കുന്നു. കോൺഗ്രസുമായി സഖ്യത്തിന് തയ്യാർ,
പക്ഷേ കോൺഗ്രസ് അങ്ങോട്ട് ചർച്ചയ്ക്ക് പോകണം എന്നുള്ളതാണ്. ഇഫ് ദ കോൺഗ്രസ് ഡസൻ സിറ്റ്, കോൺഗ്രസ് ഞങ്ങളോടൊപ്പം വന്ന് ചർച്ച ചെയ്യാൻ തയ്യാറാകാതെ ഇക്കാര്യത്തിലൊരു സംഭാഷണത്തിന് തുടക്കം കുറിക്കാൻ എങ്ങനെയാണ് കഴിയുക? ഒരു ചർച്ചയ്ക്ക് കോൺഗ്രസ് തയ്യാറാവുകയാണെങ്കിൽ അതിന് തങ്ങൾ തയ്യാറാണ് എന്ന നിലപാട് ഇടതുമുന്നണി ആകെ തന്നെയും, നാളെ CPM-ൻ്റെ സംസ്ഥാന സമിതി യോഗം ചേരാനിരിക്കുകയാണ്. ഇടതുമുന്നണി ഇന്ന് യോഗം ചേർന്ന് അക്കാര്യത്തിലൊരു നിലപാട് വ്യക്തമാക്കുന്നു എന്നുള്ളത് ശരിയാണ്. കേരളത്തിലിരുന്നു കൊണ്ട് താങ്കൾ എന്താ അഭിപ്രായം പറയും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണെങ്കിൽ പോലും ഇത് രണ്ട് സംസ്ഥാനങ്ങളിൽ ഇടതുമുന്നണിയും കോൺഗ്രസും പ്രധാന ശക്തികളായ രണ്ട് സംസ്ഥാനങ്ങളിൽ ഒരിടത്ത് കോൺഗ്രസും ഇടതുമുന്നണിയും ഒന്നിച്ച് മത്സരിക്കുകയും മറ്റൊരിടത്ത് പരസ്പരം ഏറ്റുമുട്ടുകയും ചെയ്യുന്നത് എങ്ങനെയാണ് 2016 തെരഞ്ഞെടുപ്പിനെ ആകെ തന്നെ ബാധിക്കാൻ പോകുന്നത്? നികേഷേ, ദേശീയ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും കോൺഗ്രസിന്റെ മുഖ്യ ശത്രു എന്ന് പറയുന്നത് BJP ആണ്. തൃണമൂൽ കോൺഗ്രസ് തമിഴ് മാനില കോൺഗ്രസ് തമിഴ്നാട്ടിലും തൃണമൂൽ കോൺഗ്രസ് ബംഗാളിലും കോൺഗ്രസിൽ നിന്ന് വേറിട്ട് പോയ ആളുകളാണ്. മമതാ ബാനർജി ഒരു കാലത്ത് നമുക്കറിയാം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു, ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി ആയിരുന്നു. തമിഴ് മാനില കോൺഗ്രസിന്റെ നേതാക്കന്മാരെ എടുത്തു നോക്കിയാലും അവരെല്ലാം കോൺഗ്രസ് നേതാക്കന്മാരായിരുന്നു. കോൺഗ്രസ് വിട്ടുപോയി പ്രാദേശിക തലത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കിയവരാണ്. അതിൽ തമിഴ് മാനില കോൺഗ്രസ് പല ആവർത്തി മടങ്ങി വന്നു, പിന്നെയും വേർപെട്ടു. എന്തായാലും കോൺഗ്രസുമായി ബന്ധമുള്ള ശക്തികളാണ്. പക്ഷെ 34 വർഷക്കാലം ബംഗാൾ ഭരിച്ചൊരു പാർട്ടി, ആ പാർട്ടി അധികാരത്തിൽ തിരിച്ചു വരാൻ വേണ്ടി അവരുടെ ആവനാഴിയിൽ അവസാനത്തെ ആയുധമായിട്ടാണ് ഇപ്പൊ കോൺഗ്രസിന്റെ മുമ്പിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഗതികെട്ടാൽ പുലി പുല്ലും തിന്നും എന്നൊരു ചൊല്ലുണ്ട്. പുലി ഒരിക്കലും പുല്ലു തിന്നില്ലെങ്കിലും അതൊരു ചൊല്ലാണെങ്കിലും ആ ചൊല്ല് ഇവിടെ അന്വർത്ഥമാണ്. കാരണം മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോ ബംഗാളിൽ യോഗം പോലും നടത്താൻ കഴിയുന്നില്ല. പുറത്ത് താഴിട്ട് പൂട്ടിയിട്ടാണ് അകത്ത് യോഗം നടക്കുന്നത്. കാരണം അകത്തൊരു യോഗം നടക്കുന്നതായിട്ട് തൃണമൂൽ കോൺഗ്രസ് അറിഞ്ഞാൽ അത് അടിച്ചു പൊളിക്കും എന്ന് ഭയപ്പെട്ടു. എന്ന് പറഞ്ഞാൽ 34 വർഷക്കാലം മാർക്സിസ്റ്റ് പാർട്ടി എന്ത് രാഷ്ട്രീയമാണ്, അതൊക്കെ ചരിത്രമാണ്. ഞാൻ അതിന്റെ നേരിട്ടുള്ള വാസ്തവത്തിലേക്കാണ് വരുന്നത്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ദയവായി തുടരുക. CPM കേന്ദ്ര കമ്മിറ്റി അംഗം, ലോക്സഭയിലെ പാർട്ടി നേതാവ് ശ്രീ P. കരുണാകരൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ P. കരുണാകരൻ, ഇപ്പോൾ ബിമൻ ബോസ് ഇതുവരെ അത് വാർത്തകൾ മാത്രമായിരുന്നുവെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ യോഗത്തിന് ശേഷം ബിമൻ ബോസ് കോൺഗ്രസുമായുള്ള സഖ്യം ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. ശരിയാണ്, കേന്ദ്ര കമ്മിറ്റി മാത്രമാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക എങ്കിൽ തന്നെയും ബംഗാൾ ഇടത് ഘടകത്തിന് ആകെ തന്നെയും കോൺഗ്രസിന് സഖ്യകക്ഷിയായി വേണം. അതെങ്ങനെയാണ് ശരിയാവുക? നിങ്ങളുടെ പാർട്ടി പരിപാടിയും ഈ സഖ്യ സാധ്യതയും തമ്മിൽ ചേർന്നു പോകുന്നില്ലല്ലോ. ഞാൻ അതിലേക്ക് വരാം. പക്ഷെ അതിനു മുമ്പ് ഞാൻ കണക്ഷൻ ടെലിഫോൺ കണക്ഷൻ കിട്ടിയ സമയത്ത് കേൾക്കാൻ കഴിഞ്ഞ ഒരു കാര്യം, CPM-ന് അവിടെ പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, യോഗം നടത്താൻ കഴിയുന്നില്ല, നടക്കാൻ കഴിയുന്നില്ല എന്ന നിലയിലൊക്കെ ഉണ്ണിത്താനാണെന്ന് തോന്നുന്നു പറഞ്ഞതായിട്ട് കേൾക്കാൻ സാധിച്ചു. പക്ഷേ ഞങ്ങളിപ്പോ പാർട്ടി പ്ലീനത്തിന്റെ ഭാഗമായിട്ട് 10,000 ആൾക്കാരുടെ ഒരു റാലി ബ്രിഗേഡിയറിലൂടെ നടത്തി. 10,000 ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് കോൺഗ്രസിലൂടെ നടത്താൻ പറ്റുമോ? കോൺഗ്രസിന്റെ സ്ഥിതി എത്ര ദയനീയമാണ്. ആ ദയനീയതയിൽ നിന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ ഘടകം യഥാർത്ഥത്തിൽ ഇപ്പോഴും യോജിപ്പുമായി ബന്ധപ്പെട്ട് പറയുന്നത്. CPM-ഓ ഇടതുപക്ഷ മുന്നണിയോ മുൻകൈയെടുത്തുകൊണ്ടല്ല. പിന്നെ ഇവിടെ വന്നിട്ടുള്ള ഈ വിഷയം യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സംബന്ധിച്ച് ഒരു തീരുമാനം എടുത്തിട്ടില്ല. പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി യോഗം ഈ 17, 18 തീയതികൾ ചേരുന്നുണ്ട്. ആ സമയത്ത് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കാൻ വേണ്ടി കഴിയുക. ശരിയാണ് ശ്രീ P. കരുണാകരൻ, അങ്ങനെയേ കഴിയൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇക്കാര്യത്തിൽ പൊളിറ്റ് ബ്യൂറോ അംഗമായ ബിമൻ ബോസ് ആഗ്രഹ പ്രകടനം നടത്തിയിരിക്കുന്നു. ഇടതു കക്ഷികളാകെ തന്നെയും കോൺഗ്രസുമായി സഖ്യത്തിന് തയ്യാറാണ് എന്ന സൂചന ഇന്നത്തെ ഇടതുമുന്നണി യോഗത്തിന് ശേഷം നമുക്ക് ലഭ്യമാണ്. എൻ്റെ ചോദ്യം ഇതാണ്, ശരിയാണ്, നിങ്ങൾക്ക് തൃണമൂൽ കോൺഗ്രസ് ഒരു മുഖ്യ ശത്രുവാണ്. അവിടെ ജനാധിപത്യത്തെ തൃണമൂൽ കോൺഗ്രസ് ഭരണമാകെ കുഴിച്ചു മൂടുന്നു എന്നുള്ളതൊക്കെ തന്നെയും ഒരു വാദമായി നമ്മുടെ മുന്നിലെല്ലാം ഉണ്ട്. അതിന് അവരെ തോൽപ്പിക്കാൻ വേണ്ടി ആ ജന്മശത്രുക്കളെയാണോ നിങ്ങൾ കൂട്ടുകൂടാൻ പോകുന്നത്? അല്ല, ഞാനതാ പറഞ്ഞത്. പാർട്ടി സെൻട്രൽ കമ്മിറ്റിയും പാർട്ടി PBയും ആണ് ഇത് സംബന്ധിച്ചുള്ള തീരുമാനം എടുക്കേണ്ടത്.
ഇത് സംബന്ധിച്ച് എന്തെങ്കിലും തീരുമാനം എടുത്തതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ 17-18 തീയതികൾ നടക്കുന്ന ഇല്ല, പി കരുണാകരൻ, അത്തരം വാദങ്ങളിലേക്കൊന്നും നമ്മൾ പോകേണ്ടതില്ല. നിങ്ങൾക്ക് കോൺഗ്രസുമായി കൂട്ടുകൂടാൻ കഴിയുമോ ഇല്ലയോ? നിലവിലെ CPM-ന്റെ പരിപാടി അനുസരിച്ച് കോൺഗ്രസുമായി കൂട്ടുകൂടാനാകില്ല. പിന്നെ എന്തിനാണ് ഈ ആഗ്രഹ പ്രകടനം? അതല്ല, അവിടെ നടന്ന ചർച്ചകൾ എന്താണെന്നുള്ളത് പൂർണ്ണമായിട്ട് എനിക്ക് ചർച്ചകൾ പോട്ടെ. നേരത്തെ ജനറൽ സെക്രട്ടറി ശ്രീ സീതാറാം യെച്ചൂരിയോട് ഇതേ ചോദ്യം തന്നെ ചോദിച്ചിരുന്നു. അത് സംബന്ധിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് അദ്ദേഹം ഉത്തരം മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. എന്തിനാണത്? പാർട്ടി പരിപാടി അനുസരിച്ച് നിങ്ങൾക്ക് കോൺഗ്രസുമായി കൂട്ടുകൂടാനാകില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ഇത് സംബന്ധിച്ചുള്ള ഉത്തരം പിന്നീട് ഒരു നാളിലേക്ക് മാറ്റിവെക്കാൻ കഴിയുന്നത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഇന്നത്തെ പാർട്ടി പരിപാടി അനുസരിച്ച് ശ്രീ പി കരുണാകരൻ ഒറ്റ ഉത്തരം മാത്രമേ എനിക്ക് വേണ്ടൂ. ഒറ്റ ഉത്തരം മാത്രമേ ശ്രീ പി കരുണാകരൻ താങ്കളിൽ നിന്ന് എനിക്ക് വേണ്ടൂ. ഇപ്പോഴത്തെ പാർട്ടി പരിപാടി അനുസരിച്ച് കോൺഗ്രസുമായി സഖ്യം ചേരാൻ CPM-ന് ആകുമോ ഇല്ലയോ? പശ്ചിമ ബംഗാളിൽ നിലനിൽക്കുന്ന സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവർ എന്താ തീരുമാനം എടുത്തതെന്നുള്ളത് ഇപ്പോഴറിയത്തില്ല. ഇടതുപക്ഷ മുന്നണിയും അതുപോലെ തന്നെ മറ്റാളുകളും പ്രത്യേക ഒരു സാഹചര്യമോ കാര്യങ്ങളോ വരുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടി സെൻട്രൽ കമ്മിറ്റി എന്ന നിലയിൽ ഒരു തീരുമാനം എടുക്കാത്ത സാഹചര്യത്തിൽ നികേഷ് ഇപ്പോൾ ആവർത്തിച്ച് ചോദിച്ചാലും എനിക്കിപ്പോൾ ഈ കമ്മിറ്റിയുടെ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് മാത്രമേ പറയാൻ വേണ്ടി സാധിക്കൂ. അല്ല, എൻ്റെ ചോദ്യവും താങ്കളുടെ ഉത്തരവും വേറിട്ടതാണ്. അതായത് എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ശരിയാണ്, പശ്ചിമ ബംഗാൾ സംബന്ധിച്ച് ഒരു തീരുമാനം അവിടെ നിന്ന് താങ്കൾ അറിഞ്ഞിട്ടില്ല. പക്ഷേ CPM-ന് കോൺഗ്രസുമായി ഒരു പ്രീപോൾ അലയൻസ് ഉണ്ടാക്കാൻ കഴിയുമോ? പ്രീപോൾ അലയൻസ് ഉണ്ടാക്കിയാൽ എന്താണ് സംഭവിക്കുക? പോസ്റ്റ് പോൾ സഖ്യവും ഉണ്ടാകണം. പോസ്റ്റ് പോൾ സഖ്യമുണ്ടാവുകയാണെങ്കിൽ എന്താണ് ഉണ്ടാവുക? ഒരു സർക്കാർ രൂപീകരിക്കണം. അതായത് CPM കോൺഗ്രസ് സർക്കാർ രൂപീകരിക്കേണ്ടി വരും പശ്ചിമ ബംഗാളിൽ എന്ന സ്ഥിതി പാർട്ടി പരിപാടിയുമായി യോജിച്ചു പോകുന്നതാണോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, കാരണം ഏത് സാഹചര്യത്തിലാണ് വെസ്റ്റ് ബംഗാളിൽ അങ്ങനെ ഒരു ചർച്ച നടന്നതെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ കാര്യം ഉൾപ്പെടെ നികേഷ് ചൂണ്ടിക്കാണിച്ച കാര്യം ഉൾപ്പെടെ മറ്റന്നാൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുകയാണ്. ആ സമയത്താണ് നമുക്ക് കൂടുതൽ ഇത് സംബന്ധിച്ച് പറയാൻ വേണ്ടി കഴിയുക. ശരി, ദയവായി കട്ട് ചെയ്ത് പോകരുത് ശ്രീ പി കരുണാകരൻ. ഈ ചർച്ചയിൽ താങ്കൾ അനിവാര്യമാണ്. ഇനി അധികം ബുദ്ധിമുട്ടിക്കില്ല. തുടരുക. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, കേരളം, ബംഗാൾ രണ്ടും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനമാണ്. ബംഗാളിൽ CPM കോൺഗ്രസ് സഖ്യമാവുകയാണെങ്കിൽ അതിവിടെ എങ്ങനെ ബാധിക്കും? അതാണ് നേരത്തെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനോട് ചോദിച്ചത്. രണ്ടിടത്തും BJP ശക്തി പ്രാപിക്കുകയാണ്. ബംഗാളിൻ്റെ സാഹചര്യത്തിൽ തൃണമൂൽ കോൺഗ്രസുമായി BJP സഖ്യം ചെയ്യുമോ എന്നൊരു ചോദ്യം നിലവിലുണ്ട്. പക്ഷേ തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് നഷ്ടമേ ചെയ്യൂ എന്നുണ്ട്. കാരണം അത് മുസ്ലിം വോട്ടുകളാകെ അവർക്ക് നഷ്ടപ്പെടുത്തും. അതവിടെ നിൽക്കട്ടെ. അതിൻ്റെ ഒരു സാഹചര്യം നമുക്ക് കുറെ കൂടി വ്യക്തത വന്നാൽ മാത്രമേ മനസ്സിലാവൂ. കേരളത്തിലും BJP ശക്തി പ്രാപിക്കുകയാണ്. 15% വോട്ടുകൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ തന്നെ നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഇവർ A ടീമും B ടീമുമാണ് എന്ന പ്രചരണം ശക്തമാണ്. അപ്പോൾ ബംഗാളിലെ ചൂണ്ടിക്കാണിച്ച് നോക്കൂ, അവിടെ ഇവർ ഒന്നിച്ചാണ്, ഞങ്ങളിത് പണ്ടേ പറയുന്നതല്ലേ, അതുകൊണ്ട് ഇവിടുത്തെ യഥാർത്ഥത്തിൽ പ്രതിപക്ഷമോ അല്ലെങ്കിൽ മറുപക്ഷമോ BJP ആണ് എന്ന വാദം അവർ ഉയർത്താനിടയില്ലേ? അത് CPM-നെ പോലെ തന്നെ കോൺഗ്രസിനെയും ബാധിക്കില്ലേ? നികേഷ്, ഇപ്പോൾ ഈ കരുണാകരനോട് താങ്കൾ ആവർത്തിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇന്നത്തെ CPM എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ന് ബംഗാളിലുണ്ടായ തീരുമാനം, ബിമൻ ബോസിൻ്റെ പ്രസ്താവന, ഒപ്പം തന്നെ ഇടതുപക്ഷ കക്ഷികളുടെ തീരുമാനം, അതായത് കോൺഗ്രസുമായി ഒരു ധാരണയാകാം എന്ന തരത്തിലുള്ളൊരു തീരുമാനം ഉണ്ടായ സാഹചര്യത്തിൽ ശ്രീ പി കരുണാകരനെ സംബന്ധിച്ചിടത്തോളം താങ്കൾക്ക് അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ആളുകൾക്ക് തൃപ്തികരമായ ഒരു ഉത്തരം പറയുക തീർത്തും അസാധ്യമാണ്. താങ്കൾ അതുകൊണ്ട് ഇനി അടുത്ത ചോദ്യത്തിൽ ദയവേത് പി കരുണാകരനെ കൂടുതൽ ബുദ്ധിമുട്ടിക്കരുതെന്ന് എനിക്കൊരു ചെറിയ അപേക്ഷയുണ്ട്. നാം ഒരു ഒറ്റ കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ ഒരു പ്രായോഗികമായ സാധ്യതകളിലേക്ക് കേരളത്തിലേക്ക് വരുമ്പോഴത്തെ ആ ചോദ്യത്തിലേക്ക് ഞാൻ വരുന്നതിന് ഒറ്റ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ളതാണ്. ശ്രീ പി കരുണാകരൻ പറഞ്ഞത് കേന്ദ്ര കമ്മിറ്റി 17-18 തീയതികളിൽ മറ്റോ ചേരുന്നുണ്ട്, അവിടെ ഒരു തീരുമാനമുണ്ടോ? ആ കേന്ദ്ര കമ്മിറ്റിയിൽ ഇതേ സംബന്ധിച്ചൊരു തീരുമാനം എടുക്കാൻ പറ്റുമോ? താങ്കൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ പാർട്ടി കോൺഗ്രസ് എടുത്തൊരു തീരുമാനമുണ്ട്. കോൺഗ്രസുമായി സഖ്യം വേണ്ട, ഒരു ഇടതുപക്ഷ ബദലിന് രൂപം കൊടുക്കുക, അതിനെ ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത്. പിന്നീടുന്ന പ്ലീനത്തിലും അതേ തീരുമാനം ഉണ്ടായൊരു സാഹചര്യത്തിൽ പാർട്ടി കോൺഗ്രസിൻ്റെയും പ്ലീനം ശരിവെച്ച ആ പ്ലീനത്തിൽ ആ തീരുമാനം ശരിവയ്ക്കപ്പെടുന്നു. അതിന് അപ്പുറത്തേക്ക്
എങ്ങനെ കേന്ദ്ര കമ്മിറ്റിക്ക് ഒരു തീരുമാനമെടുക്കാൻ പറ്റും എന്നുള്ളൊരു സ്ഥിതി അവിടെ നിൽക്കുമ്പോൾ, ഇപ്പുറത്താവട്ടെ കോൺഗ്രസിനോട് ചേർന്ന് നിന്നുകൊണ്ടല്ലാതെ CPM-ന് തൃണമൂൽ കോൺഗ്രസിനെയും BJP-യും നേരിടാനാവാൻ പറ്റാത്തൊരവസ്ഥ. ശ്രീ ഉണ്ണിത്താനോട് പറഞ്ഞല്ലോ, അത് ഇത് പശു അല്ല, പുല്ല് തിരുന്ന പോലെ അല്ലത്, പുല്ല് തിരുന്ന പോലെ അല്ലത്. രണ്ട് പാർട്ടിക്കും, കോൺഗ്രസിനും CPM-നും ഒരുപോലെ തന്നെ പരസ്പരം തോളിൽ കൈവച്ചുകൊണ്ടല്ലാതെ അടുത്ത സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ BJP അല്ല തൃണമൂലിനെയും BJP-യും നേരിടാൻ പറ്റാത്ത വലിയൊരു സാഹചര്യം അവിടെ ഉണ്ട്. അതുകൊണ്ട് ശരിക്കും ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുവിൽ നിൽക്കുന്ന അവസ്ഥയാണ് CPM-ന്. പാർട്ടി കോൺഗ്രസിൻ്റെ തീരുമാനം, പ്ലീനത്തിൻ്റെ തീരുമാനം അവിടെ കിടക്കുന്നു. ഇവിടെ കോൺഗ്രസുമായി സഹകരിക്കാതെ പാർട്ടിയുടെ നിലനിൽപ്പ് പോലും അവതാളത്തിലാവുന്നത്. പാർട്ടി ഒരുപക്ഷെ ബംഗാളിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വേണേൽ പോയേക്കാം. ആ സാഹചര്യത്തിൽ ഒരു വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ആ പ്രതിസന്ധി താങ്കൾ ചോദിച്ച ചോദ്യം, അതിൻ്റെ ഒരു അനുരണനങ്ങൾ, അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ വളരെ റയറായ സാഹചര്യങ്ങളിൽ കേന്ദ്ര കമ്മിറ്റിക്ക് തിരുത്താൻ പറ്റിയേക്കാം, തിരുത്തിയ സാഹചര്യങ്ങളുമുണ്ട്. ഇത് കേരളത്തിലേക്ക് വന്നു കഴിയുമ്പോൾ വാസ്തവത്തിൽ താങ്കൾ നേരത്തെ പറഞ്ഞു BJP ഇവിടെ ശക്തി പ്രാപിച്ചു വരുന്നു. BJP-ക്ക് ന്യായമായിട്ടും ചോദിക്കാം, ഇവിടെ മത്സരിക്കുന്ന പരസ്പരം പോരടിക്കുന്ന ആളുകൾ അവിടെ ബംഗാളിൽ പരസ്പരം ചേർന്ന് നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രീ പോൾ അലയൻസുമായി താങ്കൾ പറഞ്ഞു വരെ നാളെ ജയിക്കുകയാണെങ്കിൽ ഒരു മന്ത്രിസഭ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിൽ മുൻകൂട്ടി കണ്ടുകൊണ്ട് തെരഞ്ഞെടുപ്പിന് നേരിടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ CPM-ന് അതിന് മറുപടി പറയുക വളരെ പ്രയാസമായിരിക്കും. പക്ഷേ കോൺഗ്രസിൻ്റെ കാര്യമോ, ഇവിടെ CPM-ന്റെ തീരുമാനം എങ്ങനെ ഉണ്ടാകുന്നു? കേന്ദ്ര കമ്മിറ്റി എങ്കിലും കൂടണം. ബംഗാളിൽ കോൺഗ്രസും CPM-ഉം തമ്മിലൊരു ധാരണ ഉണ്ടാക്കണമെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി പോലും ചേരണമെന്നും കൂടണമെന്നുമില്ല. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും തീരുമാനിച്ചാൽ ആ തീരുമാനം നടപ്പാക്കുക തന്നെയും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൈദ്ധാന്തികമായി യാതൊരു ശങ്കകളും ഉണ്ടാകാൻ പോകുന്നില്ല. അവിടെ കോൺഗ്രസും CPM-ഉം ചേർന്ന് ഒന്നിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ ഇവിടെ പരസ്പരം മത്സരിക്കുന്നതിന് കോൺഗ്രസിൻ്റെ ഒരു രീതി അനുസരിച്ച് അവർക്ക് വലിയ ഉണ്ടാവില്ല. പക്ഷേ CPM-ന് ഇവിടെ ജനങ്ങളോട് മറുപടി പറയാൻ, BJP ഉന്നയിക്കുന്ന ചോദ്യങ്ങളോട് മറുപടി പറയാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ് പ്രായോഗിക. പക്ഷേ ലോക്സഭയിൽ വലിയ ബുദ്ധിമുട്ട് കോൺഗ്രസ് നേരിടും. 38 ലോക്സഭാംഗങ്ങൾ തന്നെ തൃണമൂൽ കോൺഗ്രസിന് ഉണ്ട്. വരാനിരിക്കുന്ന 3.5 വർഷക്കാലം ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ പിന്തുണ കോൺഗ്രസിൻ്റെ ദേശീയ ഘടകത്തെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. ആ വിഷയത്തിലേക്ക് വരാം. ഗോപിയിലേക്ക് ഞാൻ വീണ്ടും മടങ്ങുകയാണ്. ഗോപി, ഇന്നത്തെ സാഹചര്യത്തിൽ CPM-ന് മാത്രമല്ല താല്പര്യം, ഇടതുകക്ഷികൾക്ക് ആകെ തന്നെയും കോൺഗ്രസ് ഉണ്ടെങ്കിൽ മാത്രമേ തൃണമൂൽ കോൺഗ്രസിനെ തറപറ്റിക്കാൻ കഴിയൂ എന്ന തോന്നലിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ അതിൻ്റെ കൺവീനർ എന്നുള്ള നിലയിൽ വിമൻ ബോസ് പൊതുവായ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ തവണ തൃണമൂൽ കോൺഗ്രസിന് ഇടതു മുന്നണിയെ തറപറ്റിക്കാൻ കഴിഞ്ഞത് എല്ലാ ശക്തികളെയും ഒരുമിച്ച് നിർത്തിയത് കൊണ്ടാണ്. അതിൻ്റെ വസ്തുതാപരമായ വിശകലനത്തിലേക്ക് വരികയാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസിനെ ഒപ്പം കൂട്ടി, SUCI ഒപ്പം കൂട്ടി, മാവോയിസ്റ്റുകളെ ഒപ്പം കൂട്ടി, എല്ലാ മുസ്ലിം ഗ്രൂപ്പുകളെ ഒപ്പം കൂട്ടി. അപ്പോൾ ഇടതു മുന്നണിക്കെതിരെ ബാക്കി എല്ലാവരും ഒന്നിച്ച്, എഴുത്തുകാരും സാഹിത്യ പ്രവർത്തകരാകെ തന്നെയും അന്ന് തൃണമൂൽ കോൺഗ്രസിനോടൊപ്പം. സമാനമായ വിധത്തിൽ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിനെതിരെയാണ് ഈ പറയുന്ന ശക്തികളെല്ലാം എന്ന തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണോ കോൺഗ്രസിൻ്റെ 8% നഷ്ടപ്പെടുന്നത് ആത്മഹത്യാപരമായിരിക്കും എന്ന വിലയിരുത്തലിലേക്ക് ലെഫ്റ്റ് ഫ്രണ്ടിനെ എത്തിച്ചിട്ടുള്ളത്? ഇതിന്റെ ചർച്ച തിരിഞ്ഞു വന്നത് എനിക്ക് മനസ്സിലായത്, ഇന്നിവിടെ നടന്ന കാര്യങ്ങൾ അവിടെ ചർച്ചയിൽ പങ്കെടുത്ത രാജഭവൻ ഉണ്ണിത്താനും മറ്റു ശരിയായിട്ട് മനസ്സിലാക്കാതെയാണ്. ഒന്നാമത് കോൺഗ്രസും CPI-യും തമ്മിൽ യോജിക്കുന്നതിനെ പറ്റി ഒരു തീരുമാനം ഇന്നുണ്ടായിട്ടില്ല. വളരെ വ്യക്തം. വിമൻ ബാസു പറഞ്ഞത് ഇടതു മുന്നണിയുടെ യോഗമായിരുന്നു. അപ്പോഴും വിമൻ ബാസു അടിയറുമായിട്ട് പത്രക്കാർ ചോദിച്ചപ്പോ ഞാനും ഉണ്ടായിരുന്ന പത്ര കോൺഫറൻസിൽ പറഞ്ഞത് ഇത് CPIM-ന്റെ തീരുമാനമല്ല, ഇടതുപക്ഷ മുന്നണിയുടെ ഒരു നിർദ്ദേശമാണിത്. ഇടതുമുന്നണിയിലെ 11 ഘടകകക്ഷികൾ എടുത്ത ഒരു നിർദ്ദേശമാണ്. കോൺഗ്രസ് സന്നദ്ധമായാൽ അവർ ആവശ്യപ്പെട്ടാൽ ഒരു ചർച്ചയാകാം. ഞാൻ ശ്രീ ഗോപി, അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അദ്ദേഹം ബംഗാളിയിലായിരിക്കുമല്ലോ പറഞ്ഞിട്ടുണ്ടാവുക. ഗോപി കേൾക്കൂ, അദ്ദേഹം ബംഗാളിയിലായിരിക്കുമല്ലോ പറഞ്ഞിട്ടുണ്ടാവും. അദ്ദേഹം അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇതാണ്: ഇഫ് ദ കോൺഗ്രസ് ഡസന്റ് സിറ്റ് വിത്ത് us, how can we have a dialogue എന്നാണ് അല്ലേ? We will have a discussion if we sit together, but if the Congress does not want one, there is no question of it എന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം കോൺഗ്രസ് ഞങ്ങളോട് ചർച്ചയ്ക്ക് തയ്യാറായി വരികയാണെങ്കിൽ ഞങ്ങൾ അവരുമായി കൂടിയാലോചനകൾക്ക് തയ്യാറാണ്, ഒരു സഖ്യത്തിന് തയ്യാറാണ് എന്നാണ്. അതാണ് ഞാൻ നേരത്തെ ശ്രീ P. കരുണാകരനോട് ചോദിച്ചത്, അതെങ്ങനെയാണ് CPM-ന് കഴിയുക എന്നുള്ളത്.
അവരുടെ പാർട്ടി കോൺഗ്രസിന്റെ നിലപാടനുസരിച്ച്, പാർട്ടി പരിപാടി അനുസരിച്ച് കോൺഗ്രസ് എന്ന പാർട്ടി ഭരണവർഗ പാർട്ടിയാണ്. ആ ഭരണവർഗ പാർട്ടിയുമായി ഒരു സഖ്യം ചെയ്യാൻ CPM-ന് കഴിയില്ല. പക്ഷേ ഇതൊരു ക്ഷണമാണ് കോൺഗ്രസിന്. CPIM-ന്റെ തീരുമാനം ഇന്ന് ബിമൻ വാസു വളരെ വ്യക്തമായിട്ട് പത്രകോൺഫറൻസ് സമ്മേളനത്തിൽ പറഞ്ഞു. ഇത് CPIM-ഉം ഇടതുമുന്നണിയുടെ തീരുമാനമല്ല. CPM ഒരു തീരുമാനം എടുത്തിട്ടില്ല. CPM-ന്റെ തീരുമാനം അദ്ദേഹം പ്രത്യേകം പറഞ്ഞു, പോളിറ്റ് ബ്യൂറോയും സെൻട്രൽ കമ്മിറ്റിയും തീരുമാനിച്ചതിന് ശേഷമേ അത് സംബന്ധിച്ച് ചർച്ച ചെയ്തതിനു ശേഷം ഒരു തീരുമാനം ഉണ്ടാകൂ. ഇത് CPM-ഇല്ല. ഇടതുമുന്നണി ഘടകകക്ഷികൾ ഇന്നും ഈ യോഗം ചെയ്തപ്പോൾ പലരും ഇടതുമുന്നണിയിൽപ്പെട്ട, ഇതിപ്പോ ഇടതുമുന്നണി മാത്രമല്ല, കോൺഗ്രസിനെ പോലെ തന്നെ ഇടതുമുന്നണിയായിട്ട് യോജിക്കാൻ ഇന്ന് NCP, JDU, JDUS, RJD ഇത്തരമുള്ള ഇവിടുത്തെ ജനാധിപത്യ പാർട്ടികൾക്കെല്ലാം അവരുടെയൊക്കെ തീരുമാനങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകാറുള്ളത് എന്ന് സംബന്ധിച്ച് വ്യത്യസ്തമായി നമുക്ക് അതൊക്കെ ശരിയാണ്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇവിടെ നേരത്തെ ശ്രീ ഗോപി ചൂണ്ടിക്കാണിച്ചതുപോലെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ കോൺഗ്രസിലെ ഏതാണ്ട് എല്ലാ നേതാക്കളും CPM-ഉമായി ഇടതുമുന്നണിയുമായി സഖ്യമുണ്ടാക്കണം എന്ന ആഗ്രഹം പ്രകടിപ്പിക്കുന്നവരാണ്. നേരത്തെ രാഹുൽ ഗാന്ധിയെ കണ്ട് അവിടുത്തെ PCC അധ്യക്ഷന്റെ നേതൃത്വത്തിൽ ഇടതുമുന്നണിയുമായ ഒരു സഖ്യം വേണം എന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു. അവിടെ ഒരു പ്രത്യേക സാഹചര്യമാണ്. ജനാധിപത്യം കുഴിച്ചു മൂടപ്പെട്ടിരിക്കുന്നു. തൃണമൂൽ കോൺഗ്രസിൻ്റെ അക്രമം CPM-നെ പോലെ കോൺഗ്രസിനും സഹിക്കാനാവുന്നില്ല. അതുകൊണ്ടാണ് കോൺഗ്രസിലെ ഏതാണ്ട് 90% വരുന്ന നേതാക്കളും രാഹുൽ ഗാന്ധിയെ കണ്ട് നമുക്ക് ഇടതുമുന്നണിയുമായി ചേർന്നു പോകുന്നതാണ് നല്ലത് എന്ന അഭിപ്രായം പ്രകടിപ്പിച്ചത്. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം വരുമ്പോൾ ചിലപ്പോൾ ഒന്നു ചേർന്നു പോകും. ഉദാഹരണത്തിന് CPM തന്നെ പല ഘട്ടങ്ങളിലും RSS-ഉമായും BJP-യുമായും പഴയ ജനസംഘുമായും ഒക്കെ തന്നെയും പ്ലാറ്റ്ഫോമിൽ ഒന്നിച്ചു കൂടിയിട്ടുണ്ട്. സമാനമായ വിധത്തിലുള്ള ഒരു സഖ്യമായി ബംഗാളിലെ പ്രത്യേക സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ കണ്ടാൽ മതി എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവ് തന്നെയാണ് ഇത്രയധികം ശത്രുതയുള്ള കോൺഗ്രസ് പാർട്ടിയും ഇടതുമുന്നണിക്കൊപ്പം ചേർന്നാൽ മതി എന്ന് കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കാൻ കാരണം. നികേഷേ, ഗോപി ബംഗാളിൽ താമസിക്കുന്നതുകൊണ്ടാകാം ഒരുപക്ഷേ മലയാള ഭാഷയിൽ ഒരു അല്പ സ്വാധീനക്കുറവുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം 11 പാർട്ടികൾ ചേർന്നൊരു മുന്നണിയാണ് ബംഗാളിലെ ഇടതുപക്ഷ മുന്നണി. ആ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ആ മാർക്സിസ്റ്റ് പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന ബിമൻ വാസു പരസ്യമായിട്ടാണെന്ന് യോഗം കഴിഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, കോൺഗ്രസ് ചർച്ചയ്ക്ക് തയ്യാറാണെങ്കിൽ ഞങ്ങളും ചർച്ചയ്ക്ക് തയ്യാർ. ഇപ്പോ ശ്രീ ഗോപിയുടെയും ശ്രീ കരുണാകരന്റെയും വർത്തമാനം കേൾക്കുമ്പോൾ 1967 സമാനമായൊരു സാഹചര്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിലനിൽക്കുന്നത്. 1964 ആശയപരമായൊരു ധ്രുവീകരണം ഉണ്ടായി. ഇടതുവലത് പാർട്ടികൾ ഉണ്ടായത് കോൺഗ്രസിന്റെ പേരിലാണ്, കോൺഗ്രസുമായിട്ടുള്ള ബാന്ധവത്തിന്റെ പേരിലാണ്. ഒരു കാര്യം ഞാൻ നികേഷിനോട് ഉറപ്പിച്ചു പറയാം, ബംഗാളിൽ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ഇടതുപക്ഷ മുന്നണിയുമായി ഒരു സഖ്യം ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം കേരളത്തിലെ കോൺഗ്രസ് അതിനെ നഖശികാന്തം എതിർക്കും, യാതൊരു തർക്കവുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാർക്സിസ്റ്റ് പാർട്ടിയും BJP-യും ഒന്ന് വർഗീയ ഫാസിസം വളർത്തുന്നു, പിന്നൊന്ന് രാഷ്ട്രീയ ഫാസിസം വളർത്തുന്നു, അവർ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഒരു കാരണവശാലും ഈ തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബംഗാളിലൊരു ബാന്ധവം കേരളത്തിലെ കോൺഗ്രസ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതേസമയം ബംഗാളിൽ മാർക്സിസ്റ്റ് പാർട്ടി അത് ആഗ്രഹിക്കുന്നു. അത് അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അവർക്ക് ആഗ്രഹിക്കാം, കോൺഗ്രസിനെ ക്ഷണിക്കാം. പക്ഷേ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഈ തെരഞ്ഞെടുപ്പിൽ ബംഗാൾ ഘടകത്തിന് ഒരിക്കലും മാർക്സിസ്റ്റ് പാർട്ടിയുമായി ഒരു മുന്നണി ഉണ്ടാക്കാൻ അനുവാദം കൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. PS ശ്രീധരൻപിള്ള BJP നേതാവ് ടെലിഫോൺ ലൈനിലുണ്ട്. PS ശ്രീധരൻപിള്ള കോൺഗ്രസുമായി ബംഗാളിൽ സഖ്യത്തിന് തയ്യാറെന്ന് ഇടതുമുന്നണി വ്യക്തമാക്കുന്നു. എങ്ങനെയാണ് ഇത് BJP ഉപയോഗപ്പെടുത്തുക? അല്ല, ഇവർ രണ്ടുപേരും കൂടി യോജിക്കും എന്നുള്ള കാര്യം എത്രയോ തവണ തെളിയിക്കപ്പെട്ടതാണ്. എങ്ങനെയാണ് CPM-ഉം CPI-യും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വളർന്ന് പ്രധാന പ്രതിപക്ഷമായി 10-30 കൊല്ലം നിന്ന് ഈ രാജ്യത്ത് എങ്ങനെയാ താഴോട്ട് പോകാൻ തുടങ്ങിയത്? ഗ്രാഫ് താഴോട്ട് വന്ന് ഇപ്പം 9 സീറ്റിലേക്ക് വരും, 1 സീറ്റിലേക്ക് CPI-യും. ഇത് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമല്ലേ? കോൺഗ്രസിനെ സഹായിക്കാൻ പോയി 69 ഇന്ദിരാഗാന്ധിയുടെ ബഡ്ജറ്റിനെ പിന്താങ്ങാൻ പോയി. CPM-ഉം CPI-യും പിന്താങ്ങി. 2004 ആയപ്പോഴേക്ക് 42 സീറ്റ് ഉണ്ടായിരുന്ന CPM 9ലേക്ക് ഇപ്പൊ ചുരുങ്ങിയില്ലേ? 14ലേക്ക് വന്നു, പിന്നെ 9ലേക്ക് ചുരുങ്ങി. അപ്പൊ എങ്ങനെയാ വന്നത്? കോൺഗ്രസ് ബന്ധമാണ്. ആ കോൺഗ്രസ് ബന്ധം അവർ തുടരുന്ന രണ്ടു കൂട്ടർക്കും നിലനിൽപ്പിന് വേണ്ട ഗതികേട് കൊണ്ടാണ്.
ഒരു കോൺഗ്രസ് പാർട്ടിക്ക് 44 സീറ്റ് കിട്ടിയിട്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനങ്ങളുടെ തിരിച്ചടി നേരിട്ടു പിടിച്ചു നിൽക്കാൻ സാധിക്കോ? എവിടെയാ കോൺഗ്രസ് രണ്ടാമത്തെ കക്ഷിയോ ഒന്നാമത്തെ കക്ഷിയോ? എത്ര സ്റ്റേറ്റ് ഉണ്ട്? ഒരു 10 സ്റ്റേറ്റ് പറയാൻ സാധിക്കുമോ? അപ്പൊ അവർക്ക് വേണ്ടി വരും, അവർ നമ്മൾ കൂടട്ടെ. ഇത് പരസ്യമായിട്ട് വേണം. ഇവിടെ ഒന്നിച്ച് കൂട്ടു നിൽക്കുകയും കേരളത്തിൽ ഒന്നിച്ച് ബാന്ധവവും, അല്ലെങ്കിൽ ഇവിടെ കേരളത്തിൽ ബഹളവും അവിടെ ബാന്ധവുമാകുമ്പം ഈ അവസരവാദത്തെ ഞങ്ങൾ എതിർക്കുന്നത്. അവർക്ക് കൂടാൻ സ്വാതന്ത്ര്യമുണ്ട്, രണ്ടു കൂട്ടരും കൂടിട്ട്. ശ്രീ പി കരുണാകരൻ, ഇതൊരു അവസരവാദം തന്നെയാണ്, സംശയമില്ലാത്ത കാര്യം തന്നെയല്ലേ. അക്കാര്യത്തിൽ കേരള ഘടകത്തിനുള്ള വ്യത്യസ്ത അഭിപ്രായം അത് പാർട്ടി കമ്മിറ്റിയിൽ പ്രതിഫലിപ്പിക്കാനും പാർട്ടി പരിപാടി അനുസരിച്ചുള്ള തീരുമാനത്തിനൊപ്പം ബംഗാൾ ഘടകത്തെ നടത്തിക്കാനും കഴിയുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പോൾ നമ്മളിപ്പം പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയാണ് തീരുമാനമെടുക്കുക എന്ന് പറയുമ്പോൾ കേന്ദ്ര കമ്മിറ്റിയിൽ കേരള അംഗങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഏതാണ്ട് 65 അംഗങ്ങൾ ബംഗാളിലും മറ്റിടത്തുമായി ബംഗാൾ സ്വാധീനത്തിലുമായി കിടക്കുന്നുണ്ട്. അവരെ എങ്ങനെയാണ് പാർട്ടിയിലെ ഈ ഒരു പരിമിത ഗ്രൂപ്പ് എന്ന് വിളിക്കാവുന്ന ട്രിവാൻഡ്രം ലോബിക്ക് കഴിയുക? ഇത് ലോബിയുടെ പ്രശ്നമല്ല. ദേശീയ തലത്തിലെടുക്കുന്ന ഒരു തീരുമാനം സ്വാഭാവികമായിട്ടും പാർട്ടി ജനറൽ കമ്മിറ്റി ചർച്ച ചെയ്തിട്ടാണ് തീരുമാനിക്കുക. നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ പാർട്ടി കോൺഗ്രസ് എടുത്തിട്ടുള്ള തീരുമാനം കോൺഗ്രസിനും BJPക്കും എതിരായിട്ടുള്ള പൊതു ധാരണ തന്നെയാണ്. അതിൽ തന്നെയാണ് CPM ഉറച്ചു നിൽക്കുന്നത്. പാർട്ടിയുടെ പൊതു സമീപനം അത് തന്നെയാണ്. ബംഗാളിൽ ഉരുത്തിരിഞ്ഞു വന്ന സംഭവങ്ങൾ എന്ത് എന്നുള്ളത് പാർട്ടി സെൻട്രൽ കമ്മിറ്റി പൂർണ്ണമായിട്ടും പരിശോധിക്കുകയും യഥാർത്ഥത്തിൽ ഇവിടെ ഒരിക്കലും കോൺഗ്രസിനുമായിട്ടോ BJPയുമായിട്ടോ CPMന് യോജിക്കാൻ കഴിയില്ല. ഇവിടെ ശ്രീധരൻപിള്ള പറഞ്ഞു കോൺഗ്രസും BJPയും അല്ല കോൺഗ്രസും CPMും ചേർന്നു എന്ന നിലയിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. കോൺഗ്രസിനെതിരായിട്ട് BJPയും CPMും പഴയ കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥ പോലുള്ള സന്ദർഭങ്ങളിൽ ചിലപ്പോൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. അടിയന്തരാവസ്ഥ കോൺഗ്രസ് പ്രഖ്യാപിച്ച സമയത്ത് അന്ന് ഇടതുപക്ഷ പാർട്ടികളും BJPയും ഒന്നിച്ചു നിന്നിരുന്നു. അതിന്റെ അർത്ഥം ഒന്നിച്ച് ഒരു മുന്നണി എന്ന നിലയിലല്ലോ. അത്തരം സന്ദർഭങ്ങളിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഇന്നത്തെ സ്ഥിതി. അതുകൊണ്ട് അല്ലല്ല ഷിബി കരുണാകരൻ അവിടെ ഒരു വ്യക്തത വരുത്തിക്കോട്ടെ. അടിയന്തരാവസ്ഥ കാലത്ത് CPMും RSSും ഒരേ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് പോരാടിയിട്ടുണ്ട്. സമാനമായ സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ബംഗാളിൽ എന്ന് പാർട്ടിയുടെ ഏതെങ്കിലും കമ്മിറ്റി വിലയിരുത്തിയിട്ടുണ്ടോ? ഇല്ലില്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പോഴാണ് അങ്ങനെ അല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ നടന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പായാലും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പായാലും ഈ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് നല്ല വിജയമുണ്ടാക്കാൻ കഴിഞ്ഞു. അതിന്റെ ഒരു ഭാഗം തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ പ്രീലം നടക്കുന്ന സമയത്ത് തന്നെയായിരുന്നു ഈ ഒരു ചർച്ച അന്ന് നടന്നത്. ഞാനും അതിൽ പങ്കെടുത്തതാണ്. അന്ന് നട്ടുച്ച നേരത്തെ 12 ലക്ഷത്തോളം ആൾക്കാർ പങ്കെടുക്കുന്ന നിലയിലേക്ക് ബംഗാളിലെ പാർട്ടി ശരിയാണ്. പാർട്ടിയെ കുറെ കൂടി നന്നായി റിവൈവ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് പോരല്ലോ. അതിനപ്പുറത്തേക്ക് ബംഗാളിൽ ഭരണം തന്നെ പിടിക്കണം എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടിയാണ് നിങ്ങളിപ്പോൾ പോകുന്നത്. അതുകൊണ്ടാണ് അവിടെ കോൺഗ്രസുമായി സഖ്യം വേണം എന്ന നിലപാടിലേക്ക് എത്തിയിട്ടുള്ളത്. ഇവിടെ എന്തുകൊണ്ടാണ് ബംഗാൾ ഘടകത്തിന് ഈ തരത്തിലുള്ള ഒരു ആഗ്രഹം വരുമ്പോൾ പാർട്ടിക്കാകെ തന്നെ അത് തിരുത്താൻ കഴിയാത്തത്? ഇവിടെ മുസ്ലിം ലീഗുമായി സഖ്യം ചേരണം എന്ന ആവശ്യം പാർട്ടിയിൽ ഒരു ഘട്ടത്തിലുണ്ടായിരുന്നല്ലോ. അതിനെ പാർട്ടി പ്രതിരോധിച്ചല്ലോ. അതുപോലെ തന്നെ DIC ബന്ധം ഏതാണ്ട് ഉറപ്പിച്ചതാണല്ലോ, അതിനെയും പാർട്ടി പ്രതിരോധിച്ചല്ലോ. അതെല്ലാം എന്തുകൊണ്ടാണ് പാർട്ടി പരിപാടിയിൽ നിന്ന് വ്യത്യസ്തമായ സമീപനം ഒരു വിഭാഗം ഉയർത്തിക്കാണിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അതിനെ തകർത്തത്? സമാനമായ വിധത്തിൽ തന്നെയാണ് അധികാരം പിടിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിൻ്റെ പുറത്ത് ഒരു ഘടകം ആകെ തന്നെയും കോൺഗ്രസുമായി സഖ്യം ചേരാൻ പോകുന്നത്. അവിടെ CPMന് പരിപാടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ തെറ്റായ നിലപാട് മുന്നോട്ട് വെക്കുന്നവരെ മാറ്റി നിർത്താനോ അല്ലെങ്കിൽ അവരെ തിരുത്താനോ കഴിയുന്നില്ല എന്നുള്ളത് CPMന്റെ ആകെ തന്നെയുള്ള അപജയമായി കാണണ്ടേ? അല്ല നികേഷ്, ഇതിപ്പോ ഇന്നാണല്ലോ വാർത്ത വന്നത്, മറ്റന്നാളല്ലോ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ദേശീയ തലത്തിൽ വരുന്ന കാര്യങ്ങൾ കോൺഗ്രസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ എന്തെങ്കിലും സംഭവങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് പാർട്ടി PVയും CCയും ചർച്ചയിന് ശേഷം പാർട്ടി കോൺഗ്രസ് എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിട്ട് തന്നെ പാർട്ടി മുന്നോട്ട് പോകും. അതിൽ യാതൊരു ഞാൻ പറഞ്ഞതുപോലെ ആണെങ്കിൽ, അതായത് അവരെ തിരുത്താൻ കഴിയുന്നില്ല എങ്കിൽ മാത്രം എന്നോട് ചോദ്യം ചോദിച്ചാൽ മതി എന്നാണ് താങ്കൾ പറയുന്നതെങ്കിൽ ഞാൻ പറയുന്നതാണ് ശരി എന്ന് താങ്കൾ അംഗീകരിക്കുകയാണ്? അതല്ല,
ഞാൻ പറഞ്ഞത് ഇപ്പൊ ഏതെങ്കിലും പാർട്ടി ഘടകങ്ങൾ ഇപ്പോ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തിലെ വ്യത്യസ്ത സമീപനങ്ങളും കാര്യങ്ങളും പല സംസ്ഥാനങ്ങളിലും ഉണ്ടാവും. അത്തരം സമീപനങ്ങൾ ഇപ്പൊ മുമ്പ് ഗവൺമെന്റിന് പിന്തുണ പിൻവലിക്കുന്ന പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു, പിന്തുണ കൊടുക്കുന്ന പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും വരും. അത് ചർച്ച ചെയ്യുന്ന രീതി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ കേന്ദ്രീകരണ തത്വം നടപ്പിലാക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ സംഘടനാ രംഗത്തായാലും ശരി, രാഷ്ട്രീയ തീരുമാനമെടുക്കുന്ന കാര്യത്തിലായാലും ശരി, ഈ വിഷയവും അതേപോലെ തന്നെ ചർച്ച ചെയ്തിട്ട് പൂർണ്ണമായിട്ടും പാർട്ടി ലൈനുമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ വേണ്ടി കഴിയും. തുടരുക ദയവായി. ജി ദേവരാജൻ. ശ്രീ ദേവരാജൻ, ഫോ ബ്ലോക്ക് പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണല്ലോ ബംഗാളിൽ. ഇന്നിപ്പോൾ ബിമൻ ബോസ് കോൺഗ്രസുമായി സഖ്യത്തിന് തയ്യാറാണ് എന്ന നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഫോ ബ്ലോക്ക് അടക്കമുള്ള ഇടതു കക്ഷികൾ കോൺഗ്രസുമായി സഖ്യം വേണം എന്നാഗ്രഹിക്കുന്നത്? സത്യത്തിൽ അങ്ങനെ ഒരു തീരുമാനം ഇടതുപക്ഷ മുന്നണി പശ്ചിമ ബംഗാളിൽ സ്വീകരിച്ചിട്ടില്ല. ഇന്ന് സഖാവ് ബിമാൻ ബോസ് അവിടെ അഭിപ്രായപ്പെട്ടതും പത്രമാധ്യമങ്ങളിൽ വരുന്ന ചില വാർത്തകളും, ഒപ്പം കോൺഗ്രസിന്റെ അവിടുത്തെ ജനറൽ സെക്രട്ടറി ശ്രീ ഓം പ്രകാശ് മിശ്ര CPM നേതാവ് സഖാവ് സൂര്യകാന്ത് മിശ്രയ്ക്കും അതുപോലെ മറ്റിടതുപക്ഷ പാർട്ടികൾക്കും അദ്ദേഹം ഒരു കത്ത് നൽകുകയുണ്ടായി. ആ കത്തിൽ അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടിയ 17% അത് അത്രയും വിശദാംശങ്ങളിലേക്ക് പോകണമെന്നുണ്ടോ ശ്രീ ദേവരാജൻ? നമ്മുടെ മുന്നിലുള്ള വസ്തുതാപരമായ കാര്യം ഇന്ന് ബിമൻ ബോസിന്റെ പ്രസ്താവനയാണ്. ബിമൻ ബോസ് ഈ സഖ്യത്തെ സ്വാഗതം ചെയ്യുന്നു. കോൺഗ്രസിൻ്റെ ആളുകൾ നമ്മളോടൊപ്പം ചർച്ചയ്ക്ക് വരാതെ എങ്ങനെയാണ് ഒരു ഡയലോഗ് സാധ്യമാവുക എന്ന് പറയുന്നു. അവർ തയ്യാറാണെങ്കിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് ഇരിക്കാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ അതിലൊരു സന്നദ്ധതയുടെ എലിമെന്റ് ഉണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, അത് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ ഇന്നത്തെ സംഭവം എന്ന് പറയുന്നത് ശ്രീ ഓം പ്രകാശ് മിശ്രയുടെ കത്ത് ലഭിച്ച ശേഷം അദ്ദേഹത്തോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, ഇതൊരു വ്യക്തി നൽകിയിട്ടുള്ള കത്താണ്. കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായി ഇതുവരെ നമുക്ക് യാതൊരു തരത്തിലുള്ള ഒരു അറിയിപ്പും കിട്ടിയിട്ടില്ല, അവരുടെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുമില്ല. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ മാത്രം നമുക്ക് ആലോചിച്ചാൽ മതി എന്ന നിലപാടാണ് ബിമൻ ബോസ് ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് തന്നെയാണ് മറ്റിടതുപക്ഷ പാർട്ടികളും ഇന്ന് കോൺഗ്രസ് നേതാക്കന്മാരോടും അതുപോലെ തന്നെ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന CPM-നോടും പറഞ്ഞിട്ടുള്ളത്. ഈ വിഷയത്തിൽ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന പാർട്ടി എന്ന നിലയിൽ CPM ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട്. ആ തീരുമാനം എടുത്തതിന് ശേഷം തുടരുക. NK പ്രേമചന്ദ്രൻ ടെലിഫോൺ ലൈനിൽ. ശ്രീ NK പ്രേമചന്ദ്രൻ, ബംഗാളിൽ RSP അടക്കമുള്ള ഇടതു പാർട്ടികൾ കോൺഗ്രസുമായി സഖ്യം ചെയ്യുന്നതിനുള്ള സന്നദ്ധതയാണ് ഇന്നത്തെ യോഗത്തിന് ശേഷം അറിയിച്ചിട്ടുള്ളത്. നിങ്ങളുടെ പാർട്ടി കോൺഗ്രസ് അതിന് ശേഷം ഒരു പ്ലീനം വെച്ചിട്ടുണ്ട് കോൺഗ്രസുമായുള്ള ബന്ധം എങ്ങനെയാണ് എന്ന് ചർച്ച ചെയ്യുന്നതിന്. യഥാർത്ഥത്തിൽ ബംഗാളിൽ ഇടതു പാർട്ടികൾ കോൺഗ്രസുമായി സഖ്യം ചെയ്യും എന്നും അത് കഴിഞ്ഞതിന് ശേഷം മതി ഇവിടുത്തെ ബന്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എന്നും കരുതുന്നതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ ഒരു ഡിസ്കഷൻ നിങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നത്. കേരള ഘടകത്തോട് ചേർന്ന് പോകുന്നതാണ് ബംഗാളിലെ തീരുമാനം എന്ന് കരുതുന്നുണ്ടോ താങ്കൾ? ഞാൻ വളരെ സത്യസന്ധമായി തന്നെ ഈ കാര്യത്തിൽ അഭിപ്രായം പറയാം. ബംഗാൾ പാർട്ടി സംസ്ഥാന ഘടകത്തിൽ ഈ കാര്യത്തിൽ വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണവും അഭിപ്രായവും ഉണ്ട്. പക്ഷെ ഇന്ന് പുറത്തു വരുന്ന മാധ്യമ വാർത്തകൾ കേൾക്കുമ്പോൾ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കപ്പെട്ടു എന്ന് വേണം. കാരണം RSPയുടെ വെസ്റ്റ് ബംഗാൾ പാർട്ടി ഘടകമടക്കം CPM മുന്നോട്ട് വെച്ച നിർദ്ദേശത്തോട് അനുകൂലമായി പ്രതികരിച്ചു എന്ന് മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായും പ്രായോഗിക രാഷ്ട്രീയം മനസ്സിലാക്കി ഇന്ന് ബംഗാളിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ അക്രമോത്സുക രാഷ്ട്രീയത്തെയും BJP പ്രതിനിധീകരിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തെയും പ്രതിരോധിച്ച് ജനാധിപത്യ പുരോഗമന ശക്തികളുടെ വിജയം ഉറപ്പാക്കണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസുമായി സഹകരിക്കേണ്ടത് അനിവാര്യമാണ് എന്ന രാഷ്ട്രീയ തിരിച്ചറിവ് RSP അടക്കമുള്ള ഇടതുപക്ഷ കക്ഷികൾക്ക് ഉണ്ടായി എന്ന് വേണം ഈ കാര്യത്തെ സംബന്ധിച്ച് അനുമാനിക്കാൻ. ഇത് ഞങ്ങളുടെ പാർട്ടി ദേശീയ സമ്മേളനത്തിൽ വളരെ വിശദമായി ചർച്ച ചെയ്തപ്പോൾ തന്നെ ബംഗാളിൽ നിന്നുള്ള നല്ലൊരു വിഭാഗം സഖാക്കൾ പ്രതിനിധികൾ കേരള ഘടകം സ്വീകരിച്ച നിലപാടിനെ ശക്തമായി പിന്തുണയ്ക്കുകയും ബംഗാളിലും അത് ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ മറ്റൊരു വിഭാഗം അതിനെ ശക്തമായി കേരള ഘടകം സ്വീകരിച്ച നിലപാടിനെ എതിർക്കുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യത്തിൽ ഒരു രാഷ്ട്രീയ സമവായത്തിൽ എത്തിച്ചേരാൻ കഴിയാത്തൊരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസുമായുള്ള രാഷ്ട്രീയ സഖ്യത്തെ സംബന്ധിച്ച് ഇന്ത്യയിൽ വളർന്നു വരുന്ന രാഷ്ട്രീയ സംഭവവികാസങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ വ്യക്തമായ ഒരു നയം അല്ലെങ്കിൽ ഒരു നിലപാട് സ്വീകരിക്കേണ്ടതായിട്ട് വരുമെന്നുള്ളതിന്
ഒരു ടൈം ഗ്യാപ്പ് എന്ന നിലയിൽ ഒരു പ്ലീനറി സമ്മേളനം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പൊ ഇന്ന് ലഭിക്കുന്ന വാർത്തകൾ അനുസരിച്ചാണെങ്കിൽ ഇടതുമുന്നണി കോൺഗ്രസുമായി സഹകരിക്കാൻ ഏറെക്കുറെയെങ്കിലും ധാരണയായി എന്ന് വേണം മനസ്സിലാക്കാൻ. എത്രമാത്രം അതിന്റെ നിജസ്ഥിതി ഉണ്ട് എന്നതിനെ സംബന്ധിച്ച് എനിക്കറിയാം. അതിന് ഒരുപാട് ചർച്ചകൾ ഇനിയും അനിവാര്യമാണ്. പക്ഷേ നമുക്ക് ആദ്യം കിട്ടുന്ന സൂചനകൾ അത്തരത്തിലുള്ളതാണ്. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് നോക്കുമ്പോഴാണ് നമുക്ക് കേരളം വളരെ വലുതായി തോന്നുന്നത്. അതിനപ്പുറത്തേക്ക് ഇന്ത്യയുടെ പൊതുവായ സാഹചര്യങ്ങളാകെ നോക്കുമ്പോൾ അത്തരത്തിലൊരു സഖ്യസാധ്യത ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. ഇപ്പം ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് എന്നുള്ള വലിയ ഭീഷണി നേരിടുന്നതിന് വേണ്ടിയാണ് കോൺഗ്രസുമായി പോലും സഖ്യം ചേരാം എന്ന നിലയിലേക്ക് ഇടതുമുന്നണി എത്തിച്ചേരുന്നത്. അതിനപ്പുറത്തേക്ക് ഡൽഹിയിലേക്ക് നോക്കുമ്പോഴോ BJP എന്നുള്ളത്, നരേന്ദ്രമോദി എന്നുള്ളത് അതിനേക്കാൾ വലിയ ശത്രുവാണ്. അതായത് നേരത്തെ ഇടതുമുന്നണി പുറത്തുനിന്ന് പിന്തുണയ്ക്കുക, സ്പീക്കർ പദവി മാത്രം ഏറ്റെടുത്തൊരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കുക എന്നതിനപ്പുറത്തേക്ക് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ ആകമാനം ഒരു കോൺഗ്രസ് ഇടത് സഖ്യ സാധ്യതയ്ക്ക് വിരൽ ചൂണ്ടുന്നുണ്ടോ ഇപ്പോൾ ബംഗാളിലെ ഈ നീക്കം? നികേഷ്, എനിക്ക് തോന്നുന്നു കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അതിന് നിർബന്ധിതമാവുകയാണ്. ദേശീയ രാഷ്ട്രീയത്തിലെ ഇന്നത്തെ അവസ്ഥ നോക്കുമ്പോൾ കോൺഗ്രസിന് ഒരു തിരിച്ചുവരവ് എന്നുള്ളൊരു വിദൂര സാധ്യത മാത്രമാണ്. അതുപോലെ തന്നെയാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം ത്രിപുര അവിടെ നിൽക്കട്ടെ, ബംഗാളിൽ അവർ സ്വന്തം കാലിൽ നിൽക്കുന്നതിന് കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. ഒറ്റയ്ക്ക് നിന്നാൽ ആ പാർട്ടി അവിടെ നിന്ന് തുടച്ചു മാറ്റപ്പെടുന്നുള്ളൊരു സാഹചര്യം. ഈ സാഹചര്യത്തിൽ യാതൊരു സംശയവും വേണ്ട, കോൺഗ്രസുമായി സഹകരിക്കാൻ അവിടെ CPM ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നാം കാണുന്നത് ഇതുവരെ ഇതിനെ എതിർക്കുന്ന കാരാട്ടും കൂട്ടരും അവിടുത്തെ ഇടതുപക്ഷ കക്ഷികൾ അതിനോട് യോജിക്കില്ല, അതിന് സമ്മതം മൂളില്ല എന്നൊരു പ്രതീക്ഷയിലായിരുന്നുവെങ്കിൽ ഇന്ന് അവിടെ നടന്ന ഇടതുപക്ഷ മുന്നണിയുടെ യോഗത്തിൽ പോലും അതിന് പിന്തുണ നൽകുന്ന തരത്തിലുള്ള, അതിന് അനുകൂലമായ തരത്തിലുള്ള ഒരു സാഹചര്യം വരിക. അത് എന്തുകൊണ്ടാണ് ഈ ഒരു സാഹചര്യത്തിലേക്ക് CPM അല്ലെങ്കിൽ ഇടത് കക്ഷികൾ അല്ലെങ്കിൽ ബംഗാളിലെ കോൺഗ്രസ് ഒക്കെ പോകുന്നത് എന്ന് മനസ്സിലാക്കണം. അവിടെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്നാൽ തൃണമൂൽ കോൺഗ്രസിനെ നേരിടാൻ സാധ്യമല്ല, അവർക്ക് കഴിയില്ല, സ്വന്തം നിലയ്ക്ക് കഴിയില്ല എന്ന ഒരു ബോധ്യത്തിൽ നിന്ന് തന്നെയാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. CPM-ന് ഇത് പുതിയ കാര്യമല്ല. അടിയന്തരാവസ്ഥക്കാലത്ത് മാത്രമല്ലല്ലോ അവർ മറ്റ് പാർട്ടികളുമായി സഹകരിച്ചത്. VP സിംഗിൻ്റെ കാലത്ത് എന്തായിരുന്നു? അന്ന് ബുധനാഴ്ച വൈകുന്നേരങ്ങളിൽ ഇവരുടെ ഒരു കോർഡിനേഷൻ കമ്മിറ്റി കൂടിയിരുന്നല്ലോ. ശ്രീ EMS ശങ്കരൻ നമ്പൂതിരിപ്പാട് അടക്കമുള്ളവർ അവിടെ പങ്കെടുത്തിരുന്നില്ലേ? അന്ന് BJP പോലുള്ള പാർട്ടികളുമായി സഹകരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായില്ലല്ലോ. അഖിലേന്ത്യാ തലത്തിൽ ഈ അടുത്ത കാലത്ത് UPA 1 CPM-ന്റെ പിന്തുണയോടെയല്ലേ ഭരിച്ചത്. അത് മാത്രമല്ല കേരളത്തിലേക്ക് നോക്കുക. കേരളത്തിൽ 1980 AK ആന്റണിയുടേതും കോൺഗ്രസ് ആയിരുന്നല്ലോ. AK ആന്റണിയുടെ കോൺഗ്രസുമായി ചേർന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും മത്സരത്തിന് ശേഷം ജയിച്ച് ഭരണത്തിൽ കോൺഗ്രസിന്റെ സഹകരണത്തോടു കൂടി 2 വർഷം ഭരിക്കാനും തയ്യാറായില്ലേ? അപ്പോൾ സാഹചര്യങ്ങൾ ഇവിടെ പ്ലീനത്തിന്റെ തീരുമാനം, അതിനുമുമ്പ് കോൺഗ്രസിന്റെ തീരുമാനങ്ങൾ, പാർട്ടി കോൺഗ്രസിന്റെ തീരുമാനങ്ങളൊക്കെ അവിടെ ഇരിക്കും. പക്ഷേ സാഹചര്യങ്ങൾ രാഷ്ട്രീയമായി നിലനിൽപ്പുണ്ടോ എന്ന ചോദ്യം ഉണ്ടാകുമ്പോൾ പ്രത്യയശാസ്ത്രപരമായ വാശികളൊക്കെ അവിടെ മാറ്റിവെക്കാൻ പാർട്ടികൾ തയ്യാറാവും. ഇപ്പോൾ ശ്രീ ഉണ്ണിത്താൻ പറഞ്ഞു ഞങ്ങൾ എതിർക്കുമെന്ന് പറഞ്ഞു. ബംഗാളിൽ കോൺഗ്രസും CPM-ഉമായി യോജിക്കുന്നതിന് ഞങ്ങൾ എതിർക്കുമെന്ന് കേരളത്തിലെ KPCC അല്ലല്ലോ ബംഗാളിൽ ഏത് പാർട്ടിയുമായി കോൺഗ്രസ് സഹകരിക്കണം എന്ന് തീരുമാനിക്കുന്നത്. അത് കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയാണ്, അല്ലെങ്കിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമാണ്. ഇവിടെ രാഷ്ട്രീയമായ നിലനിൽപ്പ്, പച്ചയായ സത്യം അതാണ്. സൈദ്ധാന്തിക പ്രശ്നങ്ങൾ മാറ്റിവെക്കുക, പ്രത്യയശാസ്ത്രപരമായ തർക്കങ്ങൾ മാറ്റിവെക്കുക. ഇവിടെ ഈ ബംഗാളിൽ കോൺഗ്രസും CPM-ഉം ഒപ്പം മറ്റിടതുപക്ഷ കക്ഷികളും നേരിടുന്ന പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ബംഗാളിലെ നിലനിൽപ്പാണ്. ആ പാർട്ടികളുടെ നിലനിൽപ്പ് അതില്ലാതാകണോ? ആ സാഹചര്യത്തിലാണ് ഇത് കോൺഗ്രസ് ആദ്യം ചർച്ച ചെയ്തോ ഇങ്ങോട്ട് വരണോ, CPM ആദ്യം രണ്ടു കൂട്ടരും അത് ആഗ്രഹിക്കുന്നുള്ളതാണ്. ബംഗാളിലെ കോൺഗ്രസ് ഘടകവും ബംഗാളിലെ CPM ഘടകവും അത് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ മറിച്ചൊരു നാം ചർച്ച ചെയ്യാതെ വിടരുതാത്ത മറ്റൊരു വിഷയമുണ്ട്. ഈ ഒരു തീരുമാനം, അല്ലെങ്കിൽ കോൺഗ്രസുമായി സഹകരിക്കാനുള്ളൊരു തീരുമാനം CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിൽ വലിയ ഭിന്നതകൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് സീതാറാം യെച്ചൂരിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിന് പോലും വെല്ലുവിളി ഉണ്ടാകുന്ന തരത്തിലേക്ക് അത് വളരുന്നു. ഇത് ഒരു വലിയ പാർട്ടി പരിപാടി നടപ്പിലാക്കാൻ കഴിയാത്ത ആൾക്ക് ജനറൽ സെക്രട്ടറിയായി തുടരാൻ കഴിയുമോ എന്നുള്ള ചോദ്യം ഇതിനകം തന്നെ
പാർട്ടിക്കുള്ളിൽ ഉയർന്നു വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മുടെ മുന്നിലുള്ള വാർത്തകൾ. ശ്രീ പി കരുണാകരൻ, അതിനപ്പുറത്തേക്ക് ഇന്ത്യയിലെ ഒരു പൊതുവായ സാഹചര്യം വിലയിരുത്തിയത് നമുക്കറിയാം. ജനതാദൾ യുണൈറ്റഡുമായി നിങ്ങൾ ഇടതുമുന്നണി കുറേ കാലമായി ചർച്ച നടത്തുന്നു. ഇന്ന് പുറത്തു വന്ന വാർത്തകൾ MP വീരേന്ദ്രകുമാറിൻ്റെ വസതിയിൽ ചേർന്ന യോഗത്തിൽ അവരുടെ ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിക്കേണ്ട എന്ന്. 2 സ്ഥലത്തെ ബന്ധമാണ് അതിനായി ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസിനെ വെറുപ്പിക്കേണ്ട എന്ന് കാണിക്കാൻ. ഉത്തർപ്രദേശിൽ RLD ഇതിനകം JDU-വിൽ ലയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവിടെ BSPയുടെ നേതൃത്വത്തിൽ JDU-വും കോൺഗ്രസുമുള്ള ഒരു വിശാല സഖ്യത്തിനുള്ള ശ്രമം നടക്കുകയാണ്. അസമിൽ JDU തന്നെ മുൻകൈയെടുത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു മഹാസഖ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നു. അങ്ങനെ കോൺഗ്രസ് അവഗണിക്കാൻ കഴിയാത്ത പ്രധാനപ്പെട്ട മതേതര കക്ഷിയായി ഈ പറയുന്ന സോഷ്യലിസ്റ്റ് ശക്തികളുടെ മുന്നിലുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ മുന്നിലും ഇപ്പോൾ കോൺഗ്രസ് മാറ്റി നിർത്താൻ കഴിയില്ല, വലിയ ഭീഷണികൾക്ക് മുന്നിൽ എന്നൊരു പ്രത്യേക സാഹചര്യം CPM മനസ്സിലാക്കുന്നത് കൊണ്ടല്ലേ ഇപ്പോൾ ബംഗാളിൽ ചെറിയ കക്ഷിയാണെങ്കിൽ പോലും കോൺഗ്രസിൻ്റെ 8% വോട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ BJP എന്ന വലിയ ഭീഷണിയെ, തൃണമൂൽ എന്ന ഭീഷണിയെ തകർക്കാൻ കഴിയൂ എന്ന തോന്നൽ ഉളവാക്കുന്നത്. അല്ലല്ല, കോൺഗ്രസിന്റെ അടിത്തറയാകെ തകർന്നു, കോൺഗ്രസിന് ഒരു പ്രസക്തിയില്ല എന്ന അഭിപ്രായമോ കാര്യങ്ങളോ ഞങ്ങൾ ഒരിക്കലും ഉന്നയിച്ചിട്ടില്ല. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കോൺഗ്രസ് എടുത്തിട്ടുള്ള നയങ്ങൾ തന്നെയാണ്. കോൺഗ്രസ് അംഗീകരിച്ച സാമ്പത്തിക എങ്ങനെയാണ് MP അധികാരത്തിൽ വന്നത്? MP അധികാരത്തിൽ വന്നത് കോൺഗ്രസിന്റെ ചെലവിലാണ്. കോൺഗ്രസ് അങ്ങനെ അഴിമതിക്കകത്ത് പെട്ടുപോയിരിക്കുന്നു, തെറ്റായ സാമ്പത്തിക നയങ്ങൾ എടുത്തിരിക്കുന്നു, അതിലൂടെ കോൺഗ്രസിന് വലിയ തകർച്ച ഉണ്ടായിരിക്കുന്നു. പക്ഷേ ഇന്ത്യയിലാകെ കോൺഗ്രസിനെ ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു ദേശീയ നയം രൂപീകരിക്കാൻ കഴിയില്ല എന്ന് സോഷ്യലിസ്റ്റ് ശക്തികളും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും മനസ്സിലാക്കുന്നു എന്നല്ലേ സമീപകാലത്തെ സംഭവങ്ങൾ തെളിയിക്കുന്നത്. ശ്രീ പി കരുണാകരൻ, ശരിയാണ്, തെറ്റായ സാമ്പത്തിക നയം, അഴിമതി, ഇതൊക്കെ കൊണ്ട് കോൺഗ്രസ് തകർന്നു പോയിരിക്കുന്നു. 48 47 അംഗങ്ങൾ മാത്രമേ ഇന്നിപ്പോൾ ലോക്സഭയിൽ അവർക്കുള്ളൂ. അതൊക്കെ ശരിയാണ്. 42 ഉള്ളൂ, 44 തോന്നുന്നു, ആയിക്കോട്ടെ. പക്ഷേ ഇന്ന് സോഷ്യലിസ്റ്റ് ശക്തികളും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അംഗീകരിക്കുന്നത് കോൺഗ്രസ് ഇല്ലാത്ത ഒരു ബദൽ സാധ്യമല്ല എന്നുള്ളതുകൊണ്ടല്ലേ, എന്ന് തന്നെയല്ലേ. ഇപ്പോൾ ബംഗാളിൽ നിങ്ങൾക്ക് കോൺഗ്രസിൻ്റെ 8% വോട്ട് വേണ്ടെന്ന് വെക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു, അതില്ലാതെ ജയിക്കാൻ കഴിയില്ല എന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഉത്തർപ്രദേശിൽ കോൺഗ്രസ് അവിടെ 5-6% വോട്ടുകളേ ഉള്ളൂ, അതില്ലാതെ JDU-വിനും BSPക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരവസ്ഥ വന്നിരിക്കുന്നു. അസമിൽ കോൺഗ്രസ്സാണ് മേധാവിത്വ ശക്തി, പക്ഷേ അവിടെ മറ്റ് ശക്തികൾ കൂടി ഉണ്ടാകേണ്ടത് BJP എന്ന ഭീഷണിയെ അവിടെ കരുപ്പിടിപ്പിക്കാൻ അനുവദിക്കാത്ത വിധത്തിൽ വേണ്ടി വന്നിരിക്കുന്നു. അങ്ങനെ കോൺഗ്രസ് അനിവാര്യമായ ഒരു ഘടകമായി നിൽക്കുകയാണ് ഇപ്പോഴും. അല്ല, ഈ നമ്മുടെ സംസ്ഥാനങ്ങളിൽ വന്നിട്ടുള്ള ഒട്ടേറെ മാറ്റങ്ങൾ, പ്രാദേശിക പാർട്ടികൾ, റീജിയണൽ പാർട്ടികൾ, കോൺഗ്രസിന്റെ തകർച്ച, ഞങ്ങൾ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ള പോരായ്മ ചില സ്ഥലങ്ങളിൽ, ഇതൊക്കെ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ രംഗത്ത് ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നുള്ള വിലയിരുത്തൽ ശരിയാണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതേസമയത്ത് ഞങ്ങൾ കോൺഗ്രസിനെ എതിർക്കുന്നു എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ നയത്തെ തന്നെയാണ് എതിർക്കുന്നത്. സോഷ്യലിസ്റ്റ് പാർട്ടികൾ ശരിയാണ്, ഇപ്പൊ UP-യിലായാലും ബീഹാറിലായാലും മറ്റു സ്ഥലങ്ങളിലായാലും എല്ലായ്പ്പോഴും ഈ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോഴും മാത്രമല്ല, പലപ്പോഴും ഈ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അവർ ചിലപ്പോൾ BJP-യിൽ ഒന്നിച്ച് പോയിട്ടുണ്ട്, ചിലപ്പോൾ കോൺഗ്രസിൽ ഒന്നിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ചുറ്റുപാടിൽ ചിലപ്പോൾ BJP എതിർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമീപനങ്ങളും കാര്യങ്ങളും ആ നിലയിൽ വന്നിട്ടുണ്ടാവും. പ്രത്യേകിച്ച് 1.5 വർഷത്തെ BJP-യുടെ ഭരണത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ എതിർക്കുന്നതിൽ ഉണ്ടായിട്ടുള്ള പൊതുവായിട്ടുള്ള മുന്നണി കാര്യങ്ങൾ വന്ന നിലയുള്ളത്. സ്വാഗതം ചെയ്യുകയല്ലേ ഉള്ളൂ. നികേഷേ, ദേശീയ തലത്തിൽ ഈ അടുത്ത കാലത്ത് നടന്ന ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്ന ബീഹാർ തെരഞ്ഞെടുപ്പാണ്. BJP ആണ് എല്ലാവരുടെയും മുഖ്യ ശത്രു. അതുകൊണ്ടാണ് ജനാധിപത്യ മതേതര വോട്ടുകൾ ഭിന്നിച്ചു പോകാതിരിക്കാൻ ലല്ലു പ്രസാദ് യാദവുമായും നിതീഷ് കുമാറുമായും കോൺഗ്രസ് അവിടെ ഒരു ധാരണയുണ്ടാക്കിയത്. ബംഗാളിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടി സ്വീകരിച്ച സമീപനം എന്താണ്? അവരാരെയാണ് അവിടെ സഹായിക്കാൻ ശ്രമിച്ചത്? അവരെടുത്ത രാഷ്ട്രീയ നിലപാട് കൊണ്ട് ആർക്കാണ് ബീഹാറിൽ ഗുണമുണ്ടായത്? നമ്മൾ മനസ്സിലാക്കണം, അവിടെ 10 സീറ്റുകൾ BJPക്ക് വർദ്ധിപ്പിച്ചു കൊടുത്തത് മാർക്സിസ്റ്റ് പാർട്ടി എടുത്ത രാഷ്ട്രീയ നിലപാടിന്റെ ഫലമായിട്ടാണ്. അതാണ് കേരളത്തിൽ ശ്രീ ശരദ് യാദവ്
ഇവിടുത്തെ അവരുടെ ഘടകത്തോട് പറഞ്ഞത് മാർക്സിസ്റ്റ് പാർട്ടിയുമായി ഒരു മുന്നണി തൽക്കാലം വേണ്ട, കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിന്നാൽ മതി. കാരണം കോൺഗ്രസ് ആണ് BJPക്കെതിരെ അതിശക്തമായ ഒരു നിലപാട് ബീഹാറിൽ സ്വീകരിച്ചത്. ആ നിലപാട് അംഗീകരിച്ചുകൊണ്ടാണ് കേരളത്തിലെ ഘടകത്തോട് പറഞ്ഞത് മാർക്സിസ്റ്റ് പാർട്ടിയേക്കാൾ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ BJP എതിർക്കാൻ നല്ലത് കോൺഗ്രസ് തന്നെയാണ്. അതുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയിൽ അടിയുറച്ച് നിൽക്കാൻ പറഞ്ഞത്. പിന്നെ ഇവിടെ ഒരു കാര്യം പറയാം, സണ്ണിക്കുട്ടി പറഞ്ഞത് ഞാൻ പറഞ്ഞത് ശരിവെക്കാണ്. 1964 സമാനമായ ഒരു അവസ്ഥയിൽ പാർട്ടി എത്തിച്ചേർന്നിരിക്കുന്നു. കോൺഗ്രസുമായി എനിക്ക് ചുരുക്കേണ്ടതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് താങ്കളെ കട്ട് ചെയ്യുന്നത്. ദയവായി എനിക്ക് അവസാനമായി ശ്രീ ദേവരാജൻ, താങ്കൾക്ക് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. അതിനപ്പുറത്തേക്ക് തമിഴ്നാട്ടിലെ ഇലക്ഷൻ നടക്കുന്നു, അസമിലെ ഇലക്ഷൻ നടക്കുന്നു, പോണ്ടിച്ചേരിയിലെ ഇലക്ഷൻ നടക്കുന്നു, കേരളത്തിലെ ഇലക്ഷൻ നടക്കുന്നു. ഈ ബംഗാൾ ഒരു ബാധ്യതയായി ഇടതു പാർട്ടികൾക്ക് ആകെ ഈ തെരഞ്ഞെടുപ്പിൽ വരാൻ പോവുകയാണ്. വരാനിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിലും ഇടതു പാർട്ടികൾക്ക് വ്യത്യസ്തമായ ഒരു സമീപനം പറയാൻ കഴിയാത്ത സാഹചര്യം. എന്തിനാണ് വേറൊരു പാർട്ടി, എന്തിനാണ് ഇടതുപക്ഷ മേലങ്കി എന്ന് പോലും ഭാവിയിലെ എല്ലാ തെരഞ്ഞെടുപ്പുകൾക്കും ചോദിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സഖ്യമാണ് നിങ്ങൾ ബംഗാളിൽ ഉണ്ടാക്കാൻ പോകുന്നത്? ആ ചോദ്യത്തിന്റെ അന്തരാർത്ഥം പൂർണ്ണമായി ഞാൻ ഉൾക്കൊള്ളുകയാണ്. എനിക്ക് പറയാനുള്ള ഒരു കാര്യം, മമതാ ബാനർജിയുടെ ഗവൺമെന്റിനെ അധികാരഭ്രഷ്ടമാക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷത്തിൽ അനൈക്യം ഉണ്ടാക്കേണ്ട കാര്യമില്ല. അത് ഇടതുപക്ഷത്തിന് ദോഷം ചെയ്യുകയുള്ളൂ. മാത്രവുമല്ല, തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ടുന്ന തന്ത്രങ്ങളെ സംബന്ധിച്ച് ഇടതുപക്ഷ പാർട്ടികൾ ഇതിനു മുമ്പ് സ്വീകരിച്ചിട്ടുള്ള രീതി ഇതായിരുന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള സഖ്യമോ ബന്ധങ്ങളോ ഒക്കെ ഉണ്ടാക്കുന്നതിന് ഇടതുപക്ഷ പാർട്ടികൾക്ക് അവരുടേതായ ചില നയങ്ങളുണ്ടായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ അതൊക്കെ മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത് നിർഭാഗ്യം തന്നെയാണ്. അത് ഉണ്ടാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. മറിച്ച് കാരണം ഇങ്ങനെയൊന്നും ഉണ്ടായില്ല എങ്കിൽ പോലും നാളെ കോൺഗ്രസുമായി ദുർബലമായി പോയില്ലേ സംവിധാനം? പഴയതുപോലെ ആണെങ്കിൽ നമുക്ക് കോട്ടകത്തളം പോലെ അതിനുള്ളിൽ കാര്യങ്ങൾ തീരുമാനിക്കാമായിരുന്നു. ഇപ്പോൾ അതല്ലല്ലോ സ്ഥിതി. പണ്ട് ഉണ്ടായിരുന്ന ആനയില്ലേ, അത് മെലിഞ്ഞു പോയിരിക്കുന്നു, തൊഴുത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ സ്വാഭാവികമായും ഇത്തരം ചർച്ചകളെല്ലാം തന്നെ പുറത്തു വരും. എന്നല്ല ഇടതുപക്ഷ പാർട്ടികൾക്കും ഇപ്പോഴും അവിടെ 30% വോട്ടുകളുണ്ട്. ഒരു സംസ്ഥാനത്ത് 30%. പക്ഷേ 34 വർഷം ഭരിച്ച പാർട്ടി പെട്ടെന്ന് പ്രതിപക്ഷത്തായപ്പോ ആകെ അവതാളത്തിലായി. നിങ്ങൾക്ക് ഭരണമില്ലാത്ത സ്ഥിതിവിശേഷം കൈവന്നിരിക്കുന്നു. ഭരണമില്ലെങ്കിൽ കൈവിറക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നു. 34 വർഷത്തിന് മുമ്പ് നമുക്ക് അധികാരം ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു അത്. നിങ്ങൾ ഈ 34 വർഷത്തിന് ശേഷം അധികാരത്തിൽ നിന്ന് പുറത്തുപോയത്, ഇപ്പോൾ കോൺഗ്രസിനോട് ചേരാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ പാർട്ടിയിലെ കമ്മ്യൂണിസ്റ്റ് ശൈലി നഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. അതാണ് താങ്കളുടെ വാദം. പക്ഷേ എനിക്ക് സമയക്കുറവുള്ളതുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. വളരെ നന്ദി അഭിപ്രായം പ്രകടിപ്പിച്ചതിന് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, സണ്ണിക്കുട്ടി എബ്രഹാം, PS ശ്രീധരൻപിള്ള, G ദേവരാജൻ, NK പ്രേമചന്ദ്രൻ, ഗോപി, P കരുണാകരൻ. 13ാം കേരള നിയമസഭയുടെ അവസാനത്തെ ബജറ്റ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നാളെ അവതരിപ്പിക്കും. ജനകീയ പദ്ധതികൾക്ക് മുൻഗണന നൽകിയിട്ടുള്ളതാകും UDFന്റെ ഇടക്കാല ബജറ്റ്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെങ്കിലും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പദ്ധതികൾ ഉമ്മൻചാണ്ടി നാളെ പ്രഖ്യാപിച്ചേക്കും. വീട് വെക്കാൻ കാരുണ്യ വായ്പ, ഡിഫൻസ് പാർക്ക്, ആയുർവേദ ഗ്രാമം, ലൈറ്റ് മെട്രോ, കണ്ണൂർ വിമാനത്താവളം എന്നീ പദ്ധതികൾക്ക് പണം നീക്കിവെച്ചേക്കും. റബ്ബറിൻ്റെ വിലയിടിവ് തടയാൻ കാര്യമായ പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് സൂചന. വ്യവസായം, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ കൂടുതൽ നിക്ഷേപം ഉറപ്പുവരുത്തുന്നതായിരിക്കും നാളെ അവതരിപ്പിക്കപ്പെടുന്ന ബജറ്റ്. 20 വർഷത്തിന് ശേഷം ഒരു മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്ന ബജറ്റാണ് നാളത്തേതെന്ന പ്രത്യേകതയും ഉണ്ട്. 8 അവർ അവസാനിക്കുന്നു. നമസ്കാരം.